വ്യായാമത്തിലൂടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനാകുമോ? കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു. കൃത്യമായ വ്യായാമം വഴി ഒരുപാട് രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. നമ്മൾ സാധാരണ ജീവിതശൈലി രോഗ പ്രതിരോധത്തിലാണ് വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയാറുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും, ഉദാഹരണത്തിന് പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ പല ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും വ്യായാമത്തിന് കഴിയും. അടുത്തയിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രകാരം ഏതാണ്ട് 250ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും മിതമായ വ്യായാമം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് എക്സർസൈസ് വഴി സാധ്യമാകും. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രധാന പ്രശ്നമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണത്തിനുള്ള ഏജൻസിയായ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പ്രൊജക്ഷൻ പറയുന്നത് ലോകമാകമാനം 2050 ആകുമ്പോൾ ക്യാൻസറിന്റെ ഒരു രോഗാതുരത 77% വർദ്ധിക്കും എന്നുള്ളതാണ്. ഇത് 2022 അവരുടെ ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. പക്ഷെ ഈ ഒരു വർധനവ് എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയല്ല. ഒരുപക്ഷെ ആ വർധനവ് കൂടുതൽ കാണുന്നത് ഉയർന്ന ജീവിത നിലവാരമുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളിലായിരിക്കാം. 2050 എന്നത് വളരെ അടുത്ത ഒരു സമയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണവും സംഭവിക്കാൻ കൂടുതൽ പോകുന്നത് നമ്മളെപ്പോലെ, അതായത് വളരെ നേരത്തെ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാനും ക്യാൻസർ ചികിത്സ സൗകര്യങ്ങളും ഒക്കെ വളരെ ഉയർന്ന നിലയിൽ ഇല്ലാത്ത രാജ്യങ്ങളിലായിരിക്കും ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതിൽ തന്നെ സ്ത്രീകളിലുള്ള സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ സ്തനാർബുദം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമ്മൾ ഇപ്പോഴേ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്തനാർബുദത്തിന്റെ ചികിത്സ വളരെ മെച്ചപ്പെട്ടതാണ്. അതിന്റെ ഒരു സർവൈവൽ റേറ്റ് വളരെ നല്ലതാണ്. ഉദാഹരണത്തിന് ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉയർന്ന വരുമാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ 12-1 അത്രത്തോളം സൗകര്യങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ അത് 27-1 ആണ്. അതുപോലെ മരണനിരക്കും സൗകര്യങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ കുറവും ഇല്ലാത്ത രാജ്യങ്ങളിൽ കൂടുതലുമാണ്. ആ പശ്ചാത്തലത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് പൊതുജനാരോഗ്യത്തിലെ ഒരു ഉയർന്ന പ്രയോറിറ്റിയാണ്. അപ്പൊ ഇതില് നമുക്ക് അടുത്ത കാലത്ത് വരുന്ന ഒരുപാട് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ പതുക്കെ നടക്കുന്നതല്ല, നല്ല തരത്തിലുള്ള വ്യായാമം ക്യാൻസറിനെ വളരെ നല്ല നിലയിൽ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് തന്നെ വളരെ ചെറുപ്പത്തിലുള്ള, അതായത് നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞിപ്പോ ക്യാൻസർ വരാറായി അതുകൊണ്ട് ഇനി വ്യായാമം ചെയ്യാം, അങ്ങനെയല്ല. നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും ഒക്കെ ഒരു മോഡറേറ്റ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ പ്രതിരോധിക്കാൻ വളരെ വലിയ നിലയിൽ കഴിയും എന്നുള്ള ഗവേഷണ ഫലങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തിലും സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനം സ്തനാർബുദം തന്നെയാണ്. സ്തനാർബുദത്തെ പ്രതിരോധിക്കുന്നതിൽ മിതമായ വ്യായാമത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. ഇതെങ്ങനെയെന്നുള്ളതിന് ശാസ്ത്രീയമായ പലതരത്തിലുള്ള തെളിവുകളുണ്ട്. അതിന്റെ പലതരത്തിലുള്ള പാത്വേകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സർക്കുലേറ്റിംഗ് ഇൻസുലിൻ, അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, അഡിപ്പോകൈനുകൾ, ഈസ്ട്രജന്റെ അളവുകൾ, ഇൻഫ്ലമേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പാത്വേകളിൽ കൂടിയാണ് ഈ മിതമായ വ്യായാമം അല്ലെങ്കിൽ മോഡറേറ്റ് എക്സസൈസ് ക്യാൻസർ പ്രതിരോധിക്കുന്നതിനും. കാരണം പലപ്പോഴും നമുക്കറിയാലോ, ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു കുടുംബപരമായിട്ടൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത്തരം സാധ്യതകൾ ഉള്ളവരിൽ പോലും ഇത് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിരോധം എന്ന നിലയിലാണ് ഇപ്പോൾ വ്യായാമത്തെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മോഡറേറ്റ് എക്സസൈസ് പ്രോ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ കുറയ്ക്കും. അത് നമ്മളുടെ ട്യൂമറുകളുടെ ഒരു മൈക്രോ എൻവയോൺമെന്റുകളെ മാറ്റം വരുത്തും. എക്സസൈസ് മൂലം മയോകൈൻസ്, അങ്ങനെ കുറെ ക്യാൻസറിന്റെ ഒരു റിസ്ക് കുറയ്ക്കുന്ന പല മാർഗങ്ങളിലൂടെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ പ്രതിരോധത്തിൽ വ്യായാമം സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും അറിയുമായിരിക്കും. ഒരുപാട് ഗവേഷണം നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. കാരണം ഇത് ലോകത്തെ എമ്പാടും സ്ത്രീകളിലെ ഒരു പ്രധാനപ്പെട്ട ക്യാൻസർ കൂടിയാണ്. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, മറ്റു പല ക്യാൻസറുകളിലും
ഇതുപോലെ വ്യായാമത്തിന് പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളതാണ് പുതിയ ഗവേഷണ ഫലങ്ങൾ. ഇതിൽ എന്ത് തരം വ്യായാമം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ വ്യായാമം നമ്മൾ പറയുമ്പോൾ നടത്തം, അങ്ങനെ ഒരു എയറോബിക് എക്സസൈസ് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. നടത്തം എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ നടക്കണം. ആഴ്ചയിൽ 5 ദിവസവും അരമണിക്കൂറെങ്കിലും വളരെ വേഗത്തിൽ നടക്കുന്നതാണ് ഒരു മുതിർന്ന ആളിന് അത്യാവശ്യമുള്ളത്. ഇതോടൊപ്പം തന്നെ അനറോബിക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസ്, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എന്നൊക്കെ പറയുമല്ലോ, അത് ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ തന്നെ ഈ പുഷപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിലും അതൊരു തരം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. വീട്ടിലൊക്കെ ആണെങ്കിലും ഈ ഡംബൽ വെച്ച് ചെയ്യാൻ പറ്റും. ജിമ്മുകളിൽ പോയി ചെയ്യാൻ പറ്റും. പല സ്ഥാപനങ്ങളിലും ജിമ്മുകളുണ്ട്. പൊതുവായിട്ട് പബ്ലിക് ജിമ്മുകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പാർക്കുകളിലോ അതല്ലെങ്കിൽ തന്നെ നമ്മുടെ പല സ്ഥാപനങ്ങളിലോ ജിമ്മുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവിടെ പോയി ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പൊ ഇതിൽ 2 തരത്തിലും, അതായത് ക്യാൻസർ പ്രതിരോധത്തിലും ക്യാൻസർ നിയന്ത്രണത്തിലും, ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ഒരു ക്ലിനിക്കൽ ഔട്ട്കം മെച്ചപ്പെടുത്തുന്നതിലും ഒക്കെ വ്യായാമത്തിന് പ്രധാന പങ്കാണുള്ളത്. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഓരോ ആഴ്ചയിലും 150 മുതൽ 300 മിനിറ്റ് വരെയുള്ള ഈ മോഡറേറ്റ് ഇന്റൻസിറ്റി എയറോബിക് എക്സസൈസ്, അല്ലെങ്കിൽ വളരെ വിഗറസ് ആയിട്ട് ശക്തമായിട്ടുള്ള വ്യായാമങ്ങളാണെങ്കിൽ 75 തൊട്ട് 150 മിനിറ്റ് വരെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പിനേഷൻ. കുട്ടികളാണെങ്കിൽ പോലും 1 മണിക്കൂർ വെച്ച് ഓരോ ദിവസവും വ്യായാമം വേണമെന്നാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് വ്യായാമം വളരെ കുറവാണ്. അവര് പലതരത്തിൽ, അത് നടത്തമോ ഓട്ടമോ ചാട്ടമോ ഡാൻസോ പലതരത്തിലുള്ള കളികളിലും അവർക്ക് ഏർപ്പെടാൻ പറ്റും. അപ്പം പ്രത്യേകിച്ചും പെൺകുട്ടികളും യുവതികളും ഒക്കെ നല്ല തരത്തിലുള്ള വ്യായാമം അർബുദ രോഗം ഉൾപ്പെടെയുള്ള മറ്റു ജീവിതശൈലി രോഗങ്ങളെ കൂടി പ്രതിരോധിക്കാൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ അത് ഒരു സാംസ്കാരികമായ ഒരു മാറ്റം കൂടി വരണം. സ്ത്രീകള് കൂട്ടത്തോടെ വ്യായാമത്തിലേക്ക് വരുന്നത്, അത് ഒന്നിച്ചുള്ള നടപ്പായാലും മറ്റു തരത്തിലുള്ള നൃത്തം അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. നമ്മുടെ ഒരു ഔട്ട്ലുക്കിലുള്ള ഒരു മാറ്റം കൂടി അതിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളിൽ വ്യായാമം വർദ്ധിക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റിംഗ് എൻവയോൺമെന്റ് കൂടി വേണ്ടി വരും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രതിരോധം വളരെ പ്രധാനമാണ്. കാരണം ഈ അസുഖം വരിക, അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ചെലവ്, ചികിത്സിക്കാനുള്ള ചെലവ്, നമ്മുടെ ജനസംഖ്യ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രതിരോധത്തില് കൂടുതൽ നമ്മൾ ഊന്നൽ നൽകേണ്ട ഒരു സമയം കൂടിയാണത്. പ്രമേഹം ആണെങ്കിലും രക്താതിസമ്മർദ്ദം ആണെങ്കിലും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ മറ്റു അസുഖങ്ങളാണെങ്കിലും ഒക്കെ മറ്റു സ്ഥലങ്ങളെക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിൽ. അമിതവണ്ണവും കേരളത്തിൽ കൂടുതൽ തന്നെയാണ്. അത് കുട്ടികൾ തൊട്ടേ ഉണ്ട്. വ്യായാമം വർദ്ധിപ്പിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അതില് ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഒറ്റ ഇടപെടൽ എന്ന നിലയിലാണ് നമ്മൾ വ്യായാമത്തെ കാണിക്കേണ്ടത്. വാസ്തവത്തില് ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ ഈ പ്രഷറും ഡയബറ്റിസും സ്ക്രീനിങ് ഉണ്ടല്ലോ, അത് പരിശോധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് എത്രത്തോളം സമയം നമ്മൾ വ്യായാമത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത്. മറ്റു പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ചോദ്യാവലികൾ അതിനുവേണ്ടി ലഭ്യമാണ്. ഉദാഹരണത്തിന് സിമ്പിൾ ഫിസിക്കൽ ആക്ടിവിറ്റി ക്വസ്റ്റനെയർ എന്ന് പറയും, സിംപാക്. നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ അതിനെ വാലിഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തില് ഈ വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ വ്യായാമ കുറവുണ്ടോ എന്നുള്ളത് കൂടി ഇത്തരം രോഗങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. വിഷാദ രോഗവും അതിന്റെ ചികിത്സയ്ക്കും അതിന്റെ പ്രതിരോധത്തിനും ഒക്കെ പ്രധാനമാണ് വ്യായാമം. കാരണം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള രാസവസ്തുക്കളാണ് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് വ്യായാമക്കുറവുണ്ട്. അപ്പൊ വ്യായാമക്കുറവിനെ ഒരു അപായ ഘടകമായിട്ട് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഇടപെടലുകൾ ഏറ്റവും നേരത്തെ തുടങ്ങേണ്ട ഒരു സമയമാണ്. വ്യായാമത്തിലൂടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനാകുമോ? കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഇന്ദു PS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.